أعوذ بالله من الشيطان الرجيم ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. 265 വചനമാണ്. ومثل الذين യുംഫിഖൂന, ചിലവഴിക്കുന്നവരുടെ ഉപമ, അംവാലഹും, അവരുടെ ധനം, ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, തേടിക്കൊണ്ട്, ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ട്, വതസ്ബീതൻ മിൻ അൻഫുസിഹിം, അവരുടെ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും, തസ്ബീതൻ ഉറപ്പിച്ചുകൊണ്ട്, മിൻ അൻഫുസിഹിം അവരുടെ മനസ്സുകളിൽ, കമസലി ജന്ന, അവരുടെ ഉദാഹരണം ഒരു തോട്ടത്തെ പോലെയാണ്, ബിറബുവറ്റിൻ, ഒരു ഉയർന്ന സ്ഥലത്തുള്ള, അസാബഹ അതിന് കിട്ടി, വാബിലുൻ ഒരു കനത്ത മഴ, ഫആതത് ഉകുലഹ ദിഅഫൈൻ, ഫആതത് അങ്ങനെ അത് നൽകി, ആ തോട്ടെ, ഉകുലഹ അതിൻ്റെ ഫലം, ദിഅഫൈൻ രണ്ടിരട്ടിയായി, ദഅഫ് ഇരട്ടി, ദഅഫൈൻ രണ്ടിരട്ടി, ഫഇൻ ലം യുസിബ്ഹ ഇനി അതിന് കിട്ടിയില്ല എങ്കിൽ, വാബിലുൻ കനത്ത മഴ കിട്ടിയില്ല എങ്കിൽ, ഫതല്ലുൻ എന്നാലൊരു ചാറൽ മഴ, അത് മതി അതിന്. വല്ലാഹു അല്ലാഹു ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ബസീർ കണ്ടറിയുന്നവനാണ്. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم, അള്ളാഹുവിൻ്റെ പ്രീതി തേടിക്കൊണ്ടും തങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം, കമസലി ജന്നത്തിൻ ബിറബുവ ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു അതിൻ്റെ ഉപമ. അസാബഹ വാബിലുൻ അതിനൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ, ഫആതത് ഉകുലഹ ദിഅഫൈൻ അത് രണ്ടിരട്ടി കായ്കനികൾ നൽകി, ഫഇൻ ലം യുസിബ്ഹ വാബിലുൻ ഫതൽ ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറൽ മഴയെ ലഭിച്ചുള്ളൂ എങ്കിൽ അത് മതി അതിന്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم, ഈ വചനം കഴിഞ്ഞ വചനവും ഇതേമാതിരി ഒരു ഉദാഹരണമാണല്ലോ. ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ് എന്ന് പറഞ്ഞ് ഒരു സഫ്വാൻ്റെ ഉദാഹരണമായിരുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഉദാഹരിച്ചത് ആരെയാണ്? ധനം റിയാഇന് വേണ്ടി
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരുടെ ഉദാഹരണമായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇഖ്ലാസോടുകൂടി ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. ആ ഇഖ്ലാസ് പറയാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ച പദം എന്താ? അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. ഇബ്തിഗാഅ അല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർദാത്തില്ലാഹ്. സബീലില്ലാഹ് ഇല്ല കേട്ടോ, അതിലല്ല. ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അതാണ് ഇവിടെ ഉപയോഗിച്ച പദം, ഒന്നാമത്തെ പദം. രണ്ടാമത്തേത് വതസ്ബീതൻ മിൻ അൻഫുസിഹിം. അപ്പോൾ ഒന്നാമത്തേത് ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, ഈ രണ്ട് കാര്യം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുക. രണ്ടാമത്തേത് അവരുടെ നഫ്സിൽ തസ്ബീത്ത് ഉണ്ടാകണം, ഉറച്ച വിശ്വാസമുണ്ടാകണം, മനസ്സിന് നല്ല സ്ഥിരത ഉണ്ടാകണം ചെലവഴിക്കുമ്പോൾ ഒക്കെ. ഈ രണ്ട് കാര്യങ്ങളും ഒരു മുഅ്മിനായ മുഖ്ലിസായ മനുഷ്യൻ ചിലവഴിക്കുമ്പോൾ അതിലുണ്ടാകണം. ഒന്നാമത്തേത് ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റിദ ഉണ്ടാകണം. മർദാത്ത് എന്നാണ് പറഞ്ഞത്, റിദ എന്നുമല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മർദാത്ത് എന്തിനാ? അത് ഉടനീളം ഉണ്ടാകണം. അതിനാണ് ഉടനീളം, ആ പ്രവൃത്തിയിൽ ഉടനീളം എന്തുണ്ടാകണം? അള്ളാഹുവിൻ്റെ റിദ പ്രതീക്ഷിക്കണം. തുടക്കത്തിൽ പോരാ, അല്ലെങ്കിൽ ഒടുക്കത്തിൽ പോരാ, അല്ലെങ്കിൽ നടുവിൽ പോരാ. മനസ്സിലായില്ലേ? അതാണ് ഇഖ്ലാസിൻ്റെ അടയാളം. അതിന് മാത്രമാണ്, അള്ളാഹുവിൻ്റെ റിദക്ക് വേണ്ടി മാത്രമാണ് ചെലവഴിക്കുന്നത്. വിശ്വാസികൾ അങ്ങനെയാണ്. വരിദ്വാനും മിനല്ലാഹി അക്ബർ. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വരിദ്വാനുൻ മിനല്ലാഹി അക്ബർ. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. സുബ്ഹാനല്ലാഹ്. വിശ്വാസികൾക്കെന്താ? വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനം അത് റിദയാണ്. അത് റിദയാണ്. ആരുടെ റിദ? അവരേറ്റവും പ്രധാനമായി കാണുന്നത് ആരുടെ റിദയാണ്? അള്ളാഹുവിൻ്റെ റിദ. അള്ളാഹുവിൻ്റെ റിദ വേണം. മനസ്സിലായില്ലേ? അത് അള്ളാഹു തആല സൂറത്ത് തൗബയിലെ 72-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. വരിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അദീം. സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ, സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് എന്താ പറയുന്നതറിയോ? വരിദ്വാനും മിനല്ലാഹി അക്ബർ. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള റിദ, പ്രീതി, അതാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതത്രയും മഹത്തായ വിജയം. അപ്പോൾ ആ റിദ ആഗ്രഹിക്കുന്നവനാണ് ആര്? വിശ്വാസി എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം നമ്മളത് ആഗ്രഹിക്കണം എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞത് എന്തെങ്കിലും ആയിട്ടല്ല, എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടല്ല. ഇതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ റിദ ആഗ്രഹിക്കണം. ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമാകണമെങ്കിൽ, പ്രതിഫലാർഹമുള്ളതാകണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉപാധി അതാണ്. അതെന്താകരുത്? അത് ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആകരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം ലക്ഷ്യം. അതാണ് ഏറ്റവും വലുത്.
ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്താൽ ആ ലക്ഷ്യം നിറവേറിയേക്കാം. അത് നിറവേറിയാലും ഇല്ലെങ്കിലും പരലോകത്ത് അതിനെന്തുണ്ടാവില്ല, പ്രതിഫലം ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈമാൻ്റെ താല്പര്യം അതാണ്. അവിടെയാണ് നാം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത്. നമ്മുടെ ധർമ്മങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ ഇങ്ങനെയാകുന്നുണ്ടോ ഇല്ലയോ? എല്ലാവരും ചിന്തിച്ചോളി. അല്ലാത്തത് നമുക്ക് വേണ്ട. എന്താര് പറഞ്ഞാലും ശരി, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി വേണ്ട. ഇങ്ങനെയാകുന്നുണ്ടോ ഇല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.